സംഭവം നിസ്സാരമെന്ന് തോന്നാമെങ്കിലും കൊറോണ മഹാമാരിയേക്കാൾ 100 മടങ്ങ് അപകടകാരിയായ പനിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ. അസാധാരണമാം വിധം മരണനിരക്ക് ഉയർത്താൻ കഴിയുന്ന വിധം അപകടകരമായ ജനിതക മാറ്റം സംഭവിച്ച H5N1 വൈറസാണ് ലോകത്ത് ഭീതി വിതയ്ക്കുന്ന പുതിയ കൊലയാളി. പക്ഷിപ്പനി വൈറസിനെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ ലോകം മുഴുവൻ മഹാമാരിയായി ഇത് പടരാൻ ഇടയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. അപകടകരമായ ഈ മഹാമാരി ഏറെ ദൂരെയല്ലെന്നും ആഗോള പകർച്ചവ്യാധിയായി H5N1 മാറിയേക്കാമെന്നും പിറ്റ്സ്ബർഗിലെ പ്രമുഖ ഗവേഷകനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി വിലയിരുത്തുന്നു. അമേരിക്കയിൽ മിഷിഗണിലും ടെക്സാസിലും മാരക വൈറസ് പടരുകയാണ്. മിഷിഗണിൽ ഫാം ജീവനക്കാരിൽ H5N1 സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇതൊരു മഹാമാരിയായി മാറുമോ എന്ന ആശങ്കയാണ് വിദഗ്ധർ പ്രകടിപ്പിക്കുന്നത്. വൈറസ് ബാധയ്ക്ക് പലപ്പോഴും പ്രകടമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ ഇടയില്ലെന്നതും സ്ഥിതി സങ്കീർണമാക്കും. തുടക്കം വളരെ ലഘുവായിരിക്കും. പനി, ചുമ, ശരീരവേദന, ന്യൂമോണിയ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകളിലെ ചുവപ്പ് നിറം, തൊണ്ടവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. H5N1 വൈറസ് ബാധയുണ്ടായാൽ ഏതാണ്ട് 50% മരണനിരക്ക്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2003 മുതൽ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ച 100-ൽ 52 പേരും മരിച്ചു. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 887 കേസുകളിൽ 462 പേരും കൊലയാളി വൈറസിന്റെ ഇരകളായി. അമേരിക്കയിൽ ടെക്സാസിൽ ഫാം തൊഴിലാളിക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഫാമുകളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഏപ്രിൽ 1-നാണ് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കേസ് സ്ഥിരീകരിച്ചത്. കണ്ണുകൾക്ക് വന്ന ചുവപ്പ് നിറം മാത്രമായിരുന്നു ഫാം തൊഴിലാളിയുടെ രോഗലക്ഷണം. രോഗി ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യം പശുക്കളിൽ പടരുകയും പിന്നീട് മനുഷ്യരിലേക്കും വൈറസ് വ്യാപിക്കുന്നുവെന്നാണ് വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും കൊറോണ വൈറസ് മഹാമാരിയിൽ നിന്ന് മുക്തി നേടിയെന്ന് കരുതുന്ന ലോകത്തിന് പുതിയ വൈറസ് മറ്റൊരു വലിയ ഭീതിയാകുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.